നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് ആയിരിക്കുന്നു. നെയ്തർ പോസിറ്റീവ് നോട്ട് നെഗറ്റീവ്. ഞാൻ നോക്കിയ സമയത്തിന് ഒരു 25 പോയിന്റ് അപ്പിലിരുന്നു. സ്വർണത്തിന്റെ വില ഇന്ന് കയറിയിട്ടുണ്ട്. തിരികെ 9,000 മുകളിൽ പോയായിരുന്നു. ഡോളർ ഇൻഡെക്സ് വളരെ ലോ ആയിരിക്കുന്നു. ഇൻഫാക്ട് ഡോളർ ഇൻഡെക്സ് വന്നിട്ട് 3 ഇയർ ലോ ആയിരിക്കുന്നു. എസ്പെഷ്യലി യൂറോ യെൻ ഇതുപോലത്തെ കറൻസീസ് ഒക്കെ സ്ട്രെങ്തൻ ആയിരിക്കുന്നു. സോ എന്തുകൊണ്ട് ഡോളർ വീക്ക് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ ബഡ്ജറ്റ് വന്നിട്ട് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അവരെ സെനറ്റിൽ പാസ്സാകുമോ ആകത്തില്ല എന്ന് അറിയാതെ ഒരു മാരത്തോൺ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ജൂലൈ 9 ടാരിഫ് എന്താകുമെന്ന് അറിയുന്നില്ല. റീസെൻ്റായിട്ട് ജപ്പാൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജപ്പാനിൽ റൈസ് ഇമ്പോർട്ട്സിന് അലോ ചെയ്യുന്നതില്ല. ഇപ്പോൾ ജപ്പാനിൽ റൈസ് ഇമ്പോർട്ട്സ് അലോ ചെയ്യണം എന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓവറാളായിട്ട് നോക്കിയാൽ ഏത് ഡീലും ജൂലൈ 9 നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില റിപ്പോർട്ട് പറയുന്നു ഇന്ത്യ മാത്രം ഒരു ഡീലിൽ സൈൻ ചെയ്താലും ചെയ്യുമെന്ന്. യൂറോപ്യൻ യൂണിയനോ ഇല്ലെങ്കിൽ ജപ്പാനോ ഇല്ലെങ്കിൽ ചൈനയോ ഏത് ഡീലും സൈൻ ചെയ്യുന്നത് പോലെ ഇന്ന് വരെയും അറിയാൻ പറ്റുന്നില്ല. സമയം പോകാൻ തന്നെ അറിയാൻ പറ്റും. ഇതിൽ സൈനാകുമെന്ന് ട്രംപ് പറഞ്ഞ കാരണത്താൽ ഇന്നലെ S&P 500ഉം നാറ്റ്പാക്കും ഒരു 52 വീക്ക് ഹൈ പോയായിരുന്നു. സോ അവരെ മാർക്കറ്റ് ഇന്ന് ഹൈ പൊസിഷനിൽ ഇരിക്കുന്നു. നമ്മളെ മാർക്കറ്റ് വന്നിട്ട് അടിപെട്ടിരിക്കുന്നു. ഇന്നും ഒരു +25 പോയിന്റ് ഇരിക്കുന്നു. ഇന്നലെ ഇറങ്ങിയ സമയത്തിൽ 120 പോയിന്റ് ഇറങ്ങിയായിരുന്നു. ഇന്ന് കുറച്ച് മുഖ്യ വാർത്തകൾ ഇന്ത്യയിൽ ഇരിക്കുന്നു. ഇത് ഇന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ന്യൂസ് വന്നിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് വന്നിട്ട് 30 എന്ന് 3 പേരിനെ കൊടുത്തിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ പഴയ ഡെപ്റ്റി MD, PFCയുടെ ഗ്രൂപ്പ് ഹെഡ് ഒരാൾ, ബജാജ് ഫൈനാൻസിൻ്റെ MD, 3 പേരെ കൊടുത്ത് ഈ 3-ൽ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ആരെ ചൂസ് ചെയ്താലും ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല, അങ്ങനെയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ഷന് ഇൻഡസ്ഇൻഡ് ബാങ്ക് 872 പോയായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് ഒരു 600, 610, 650 വരയ്ക്കും 1600 കൺസിഡർ ചെയ്തു. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ 600 നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരുന്നുവെങ്കിൽ നിങ്ങൾ ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ട് ഇരിക്കും. 1600 അല്ലെങ്കിൽ 1300 നിങ്ങൾ വാങ്ങിയോണ്ട് നിർത്തിയെങ്കിൽ ഒരു ബുക്ക് വാരി കഴിഞ്ഞു പോകും. ഇതുപോലത്തെ ക്രൈസിസ് ഒരു ബാങ്കിലോ ഒരു കമ്പനിയിലോ വന്നുവെങ്കിൽ അത് നമുക്കൊരു നല്ല ന്യൂസാണ്. ആ സമയത്ത് നമ്മൾ വാങ്ങും. ഒക്കെ വലിയ നോട്ടീസ് വന്നാലും സ്റ്റോക്കിൻ്റെ വില അത്ര താളൊന്നും വീഴുന്നില്ല. ടാറ്റ സ്റ്റീലിനും ഒരു നോട്ടീസ് അയച്ചായിരുന്നു. ആ നോട്ടീസ് ഡിസ്മിസ് ആകും, അത് വേറെ കാര്യം. 1000 കോടി ഇൻപുട്ട് റേറ്റ് നിങ്ങൾ തെറ്റാ വാങ്ങിയായിരുന്നു. ഇത് കാരണം 1000 കോടി കെട്ടാൻ GSTയിൽ നിന്ന് വന്നിരിക്കുന്നു. GST നോട്ടീസ് റെഗുലറായിട്ട് കൊടുക്കുന്നത് ഒരു പ്രാക്ടീസായി. ഇൻഫോസിസ്, വിപ്രോ പോലെ പല കമ്പനിക്ക് നോട്ടീസ് കൊടുത്തതുപോലെ ടാറ്റ സ്റ്റീലിനും ഒരു നോട്ടീസിന് കൊടുത്തിട്ടുണ്ട്. അതായത് 1000 കോടി നിങ്ങൾ കെട്ടിയില്ല എന്ന് പറഞ്ഞ്, എനിക്ക് നിങ്ങൾ കെട്ടാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്താകുമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്താൽ. ഇത് കാരണം ടാറ്റ സ്റ്റീൽ വലുതായിട്ട് വീഴുമെന്ന് നോക്കിയാൽ വലുതായിട്ട് വീഴുന്നില്ല. സോ ഇതുപോലെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്ന് കമ്പനി വീഴുന്നുവെങ്കിൽ ആ സ്റ്റോക്ക് വലുതായിട്ട് അടിപെടും. ആ സമയം കൊണ്ട് നമ്മളതിന് കൺസിഡർ ചെയ്യാം. ഫെഡറൽ ബാങ്ക് നന്നാ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോടി വരയ്ക്കും ഇക്വിറ്റിയും റൈസ് ചെയ്യാമെന്ന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഈക്വൽ ഓഫ് മോട്ട് മിക്സഡ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഡെറ്റ് ആൻഡ് ഇക്വിറ്റിയിൽ വന്ന് റൈസ് ഇഷ്യൂ, QAP ഇഷ്യൂ, ഇതുപോലെ എന്തൊക്കെ ഓപ്ഷൻസ് ഇരിക്കുന്നു. ആ ഓപ്ഷൻസിൽ ഈക്വിറ്റിയും ഡെറ്റ് ഫണ്ട്, SPCF, ബോണ്ട്, ഇതുപോലെ ആ കാര്യങ്ങൾ എടുക്കുന്നത് പോലെ വരും. 4000 കോടി എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിനെ വളരെ സ്ട്രെങ്തൻ ചെയ്യും. ആക്ച്വലി വന്നിട്ട് ഇക്വിറ്റിയുടെ നമ്പർ കയറിയെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയും. ബാലൻസ് ഷീറ്റ് സ്ട്രെങ്തൻ ആയി എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിൽ മാർക്കറ്റിൻ്റെ വിലയിനെ കയറ്റും. എന്ത് ചെയ്യാൻ പോകുന്നു അറിയത്തില്ല. ബട്ട് ക്ലിയർ ആയിട്ട് ഇൻറ്റൻ്റായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഓലായിരം സോലോ കഥ ഇന്നും അത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പോയ മാസം 18,000 വണ്ടി വിറ്റതായിട്ടാണ് പറയുന്നു. ഓവറോളായിട്ട് റിപ്പോർട്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ 50% തന്നെ ആക്ച്വൽ സെയിൽസ് ഇരിക്കുമെന്ന്. ഇത് കാരണം എന്തായെന്ന് വെച്ചാൽ TVS നമ്പർ 1, ബജാജ് നമ്പർ 2 ഒരു 3 ആയി. TVS വന്ന് 25% മാർക്കറ്റ് ഷെയർ, ബജാജ് 23% മാർക്കറ്റ് ഷെയർ,
ഓല 18% മാർക്കറ്റ് ഷെയറിൽ ഇരിക്കുന്നു. അതേസമയം ഏത്തറിന് വന്നിട്ട് നിയർലി 14% മാർക്കറ്റ് ഷെയർ കൊടുത്തിരിക്കുന്നു. ഏത്തർ വന്നിട്ട് ഹീറോയിന് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെ യൂസ് ചെയ്തുവെങ്കിൽ ഇന്നും അത് അതിൻ്റെ ലെവലിനെ ഫാസ്റ്റായിട്ട് ഗ്രോ ആകും. ഓലയ്ക്ക് ലോത്താൽ ഗോദ്രേജ് പൂട്ടിടുന്ന സമയം വന്നു. എന്തെന്ന് വെച്ചാൽ 50,000 വണ്ടി വിറ്റില്ലെങ്കിൽ അവർക്ക് മുമ്പേ ഇരുന്നത് പോലെ ബ്രേക്ക് ഈവൻ ആകാൻ പറ്റത്തില്ല. ഓഡിറ്റർ ഇതൊരു ഗ്രോയിങ് കൺസേൺ അല്ല, നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഇരിക്കുന്നു. ഇതിനെ നിങ്ങളെ കൊണ്ട് ഫൈനാൻസ് ചെയ്യുന്നത് വളരെ കഷ്ടം അങ്ങനെന്ന് പറഞ്ഞായിരുന്നു. ചണ്ഡീഗറിൽ ഇന്ത്യക്ക് വന്ന് ഒരു സെമികണ്ടക്ടർ മാനുഫാക്ചറിങ് പ്ലാന്റ് ഇരിക്കുന്നു. അതിന് റീഫർണിഷിങ് ചെയ്ത് മോഡേൺ ആക്കുന്ന കോൺട്രാക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ ബിച്ചിൽ 2 കമ്പനി ക്വാളിഫൈ ആയിരിക്കുന്നു. ഒന്ന് ടാറ്റ സെമികണ്ടക്ടേഴ്സ്, ഇന്നൊന്ന് വന്നിട്ട് ഒരു ഇസ്രായേലിൻ കമ്പനി ടവർ. ഈ രണ്ടിൽ ഒന്നിന് ഈ കോൺട്രാക്ട് കിട്ടും അങ്ങനെയെന്ന് അറിയാൻ പറ്റുന്നു. ഇന്ത്യ അവർക്ക് ആവശ്യമുള്ള മിലിറ്ററി ആൻഡ് അതർ സെമി കണ്ടക്ടേഴ്സിന് ഈ പുതു പ്ലാന്റിലിരുന്ന് അവർ കിട്ടുമെന്ന് എതിർനോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം സമ്മറിൽ എന്തെന്ന് വെച്ചാൽ മോൺസൂൺ വളരെ സ്പീഡായിട്ട് വന്നായിരുന്നു. ഇത് കാരണം നമ്മൾ വിചാരിച്ച അത്രയും സമ്മർ ഇരുന്നില്ല. ഇത് കാരണം സമ്മറില്ലാതെ സെയിൽസ് ഇറങ്ങിയിരിക്കുന്നു. ഈ പെപ്സി, സോഡ, കോക്ക് ഇതുപോലത്തെ കമ്പനിയൊക്കെ സ്റ്റോക്കിന് റെഡിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ വന്ന കാരണത്താൽ ഈ സ്റ്റോക്കൊക്കെ താഴെ വീണു. പിന്നെ അവരുടെ സെയിൽസും ഇതിലിരുന്ന് അടിപെട്ട് പോയി. ഇതിലിരുന്ന് നമ്മൾ FMCG പ്രോബ്ലത്തിലിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഹീറോ മോട്ടോർ കാർപ്പിൽ നിന്ന് ഇരിക്കുന്നു. ഹീറോ മോട്ടോറിൻ്റെ ഗ്രൂപ്പ് കമ്പനി അവർ ഓട്ടോ കോമ്പണൻറ്റ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നു. നോട്ട് ഓൺലി ഫോർ ഹീറോ, ഈ BMW പോലെ മേജർ കമ്പനീസ്ക്കൊക്കെ അവർ ചെയ്യുന്നു. അവർ IPO ഇടാൻ പോകുന്നു. ഇപ്പോൾ ഒരു DRHP ഇട്ടിരുന്നു മുമ്പേ. അവർ മുമ്പേ ഇട്ടുന്ന DRHPയിൽ ഏതോ ഒരു 900 crores മാത്രം തന്നെ ഇട്ടിരുന്നു. ഇപ്പോൾ ഇഷ്യൂ സൈസിനെ വലുതാക്കി 1200 crores ഇട്ടിരിക്കുന്നു. ബട്ട് എത്രയാണ് ഇത് ഓഫർ ഫോർ സെയിൽ എന്നത് നമുക്കറിയാൻ പറ്റുന്നില്ല. അതായത് എത്രയും പ്രൊമോട്ടർ വിൽക്കാൻ പോകുന്നു, എത്രയ്ക്കാണ് ആക്ച്വലി കമ്പനിനകത്ത് പോകാൻ പോകുന്നു, ഇതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. ഇതറിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. വിൻഫാസ്റ്റ് എന്ന കമ്പനി മൈറ്റി വിയേഴ്സിനൊപ്പം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മൈറ്റി വിയേഴ്സ് വന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്യും. ഇത് കാരണം ഇന്ത്യയിൽ മൊത്തം ഇരിക്കുന്ന സ്ഥലത്തിന് ഞങ്ങളെ സർവീസ് നെറ്റ്വർക്കിന് ഈസി ആയിട്ട് അവിടെ നമ്മൾ കൊണ്ടുപോകും. മൈക്കൽ ഗേസ് പറഞ്ഞിരിക്കുന്നു. ഈ ഡോളർ വീക്ക്നെസ് വന്ന കാരണം ഗോൾഡ് തിരികെ കൂടിയായിരുന്നു. 8,300 താഴെ പോയിരുന്ന ഗോൾഡ് 3,335 മുകളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കണ്ടീഷണലായിട്ട് 3,200 വന്നിട്ട് സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റമായിരിക്കും. അത് ഇപ്പോഴും ഡെഫിനറ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഇരിക്കുന്നു. 2002 അതായത് ചൈന, റഷ്യ, ടർക്കി ആ ലെവൽ വന്ന് ഗോൾഡ് വാങ്ങാൻ തുടങ്ങും. ഗോൾഡ് ഒരു ലെവലിൻ്റെ താഴെ ഇറങ്ങാൻ വിടത്തില്ല. 1.29 lakhs crore വന്നിട്ട് IPO കാശ് ഇപ്പോൾ ലോക്കിൻ പീരീഡ് തീർന്ന് ഈ മാസം ലോക്കിൻ തീരാൻ പോകുന്നു. കാരണം വലിയ കമ്പനി ആൾറെഡി IPO പ്രൈസിൽ ഇരിക്കുന്ന കമ്പനി അതിനൊക്കെ പ്രഷർ ഇരിക്കും. എന്ന് വെച്ചാൽ ലോക്കിൻ സെയിൽസ് തീർന്ന് വിൽക്കാൻ റെഡിയാകും. സോ ഒരു സമയത്തിൽ ആൾറെഡി ലോക്കിൽ ഇരിക്കുന്ന കമ്പനി ഫാസ്റ്റായിട്ട് ലാസിൽ പോകും. സോ കോൾഡ് സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ പ്രോഫിറ്റ് ചെയ്യുന്ന മുമ്പേ മറ്റേ കമ്പനിക്കൊക്കെ കൊടുക്കും. ATMൽ നിങ്ങൾ നോക്കിയിരിക്കും, സ്വിഗ്ഗിയിലും നിങ്ങൾ നോക്കിയിരിക്കും. സൊമാറ്റോയിൽ ഒട്ടര ഫൗണ്ടർ ദീപേന്ദർ ഗോയൽ ദീപേന്ദർ ഗോയലിൻ വന്നിട്ട് ഒരു എയർലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. CFOയും അവിടെ വന്നിട്ട് പ്രൊമോട്ടറായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നും ടൊമാറ്റോയെ ഒളങ്ങായിട്ട് പ്രോഫിറ്റബിൾ ആയില്ല. കാരണം eternal.com എന്ന് മാറ്റിയായിരുന്നു. പേടിഎം, ഓലോ, സൊമാറ്റോ, സ്വിഗ്ഗി, പോളിസി ബസാർ എല്ലാം നിങ്ങൾ നോക്കിയാൽ ഇതുപോലത്തെ ജോലിയാണ് ചെയ്തു വന്നു. ഒരു കമ്പനിയെ ഫുള്ളായിട്ട് പ്രോഫിറ്റബിളായിട്ട് നടത്തുന്നതിന് മുമ്പേ ഒരു കമ്പനിയെ സ്റ്റാർട്ട് ചെയ്ത് ഇത് നഷ്ടത്തിലുള്ളാക്കേണ്ടത്. ഇതെല്ലാം ഈസി ആയിട്ട് അമേരിക്കയിലിരുന്ന് കാശ് വന്നുകൊണ്ടിരുന്ന സമയം വരയ്ക്കും ചുമ്മാ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് ലോകത്തിനെ പറ്റിച്ചുകൊണ്ടിരുന്നു. വൺസ് അമേരിക്കയിൽ കാശ് നിന്ന ഉടനെ ഇടുന്നു എന്ന് മ്യൂച്വൽ ഫണ്ട് മൂലം കാശിനെ വാങ്ങി നിങ്ങൾ തൊപ്പിയിട്ടായിരുന്നു. ടൊമാറ്റോ ഒരു പ്രാവശ്യം കൺഫേം ചെയ്ത് ടൈറ്റനോടൊപ്പം ചെന്ന് അനാലിസിസ് ചെയ്തായിരുന്നു. ഇതിൻ്റെ മാർക്കറ്റും സൊമാറ്റോയുടെ മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് ടൈറ്റൻ എത്ര കാശ് ചെയ്യുന്നു, സൊമാറ്റോ എത്ര കാശ് ചെയ്യുന്നു എന്ന് നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. ടൊമാറ്റോയുടെ വില ഇവിടെ ഇരുന്ന് വലുതായിട്ട് 2 മടങ്ങ് 3 മടങ്ങ് കയറണമെങ്കിൽ ടൈറ്റന് കാട്ടിലും 2-3 മടങ്ങ് ലാഭം എടുക്കണം. അത് അവർ എടുക്കാൻ ചാൻസ് ഇല്ല. ഇത് അവർക്കും അറിയാം, ലോകത്തിനും അറിയാം. പക്ഷെ കാശിട്ട ഇൻവെസ്റ്ററിന് അത് അറിയത്തില്ല.
ഇത് കാരണം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ എയർലൈനെ നോക്കിപ്പോയി. സ്വിഗ്ഗി സ്പോർട്സ് പ്രൊമോഷൻ നോക്കാൻ പോയി. ഇത് കാരണം നിങ്ങളെ കാശിനെക്കുറിച്ച് നിങ്ങൾ തന്നെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഇത് ഇത്രയും തന്നെ ന്യൂസ്. എല്ലാം സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. GDP എങ്ങനെയാണ് ലിസ്റ്റാണെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്വന്തക്കാരനും ഷെയർ ചെയ്ത് ആ വഴി നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.